നമസ്കാരം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നെക്സ്റ്റ് ക്യാൻഡിൽ എൻഗൾഫിംഗ് പാറ്റേൺ ആണ് പറയാറ്. അപ്പോൾ എൻഗൾഫിംഗ് പാറ്റേൺ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എൻഗൾഫിംഗ് പാറ്റേൺ, അപ്പോൾ അതിൻ്റെ മീൻസ് എന്താണ്? എൻഗൾഫിംഗ് പാറ്റേണിൻ്റെ മീൻസ്, അതായത് നമ്മൾ എന്തോ ഒന്ന് കവർ ചെയ്യുന്നത്, അതായത് ഒരു ക്യാൻഡിലിനെ വേറെ ഒരു ക്യാൻഡിൽ കവർ ചെയ്യുമ്പോൾ ഈ ക്യാൻഡിലിനെ കംപ്ലീറ്റ് ഇത് കവർ ചെയ്യുന്നതുകൊണ്ടാണ് ഇതിനെ ഒരു എൻഗൾഫിംഗ് ക്യാൻഡിൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതായത് നമ്മളിവിടെ രണ്ട് ക്യാൻഡിൽ ഡ്രോ ചെയ്തിട്ടുണ്ട്. ഒന്ന് എന്താണ് എൻഗൾഫ് ചെയ്യുന്നത്? ഗ്രീൻ ആണ് എൻഗൾഫ് ചെയ്യുന്നത്. അപ്പോൾ ഇതെന്താണ്? ബുള്ളിഷ്. ഓക്കെ, ബുള്ളിഷ് എൻഗൾഫിംഗ് പാറ്റേൺ, എൻഗൾഫിംഗ് പാറ്റേൺ എന്ന് പറയാം. ഇത് ബിയർ, അതായത് റെഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ബിയർ. അപ്പോൾ ഇതെന്താണ്? ബിയറിഷ് എൻഗൾഫിംഗ് പാറ്റേൺ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ക്ലിയർ അല്ലേ? നമ്മൾ എന്തുകൊണ്ടാണ് ഇതൊന്ന് ഇത് രണ്ട്. ഓക്കെ, അപ്പോൾ എൻഗൾഫിംഗ് പാറ്റേൺ എന്ന് പറയുമ്പോൾ രണ്ട് ടൈപ്പാണുള്ളത്. ഒന്ന് ബുള്ളിഷ് എൻഗൾഫിങ്ങും രണ്ട് ബിയറിഷ് എൻഗൾഫിങ്ങും. അപ്പോൾ ഇത് ക്ലിയർ അല്ലേ? ഇതുവരെ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന സിംഗിൾ ഇൻഡിവിജ്വൽ ക്യാൻഡിൽ സ്റ്റിക്സിനെ നോക്കിക്കൊണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന രണ്ട് കോമ്പിനേഷൻ ക്യാൻഡിൽസിൻ്റെ കോമ്പിനേഷനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെന്താണ്? ഓക്കെ, അപ്പോൾ ഇത് എൻഗൾഫിംഗ് പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തത് ഇതൊരു മേജർ ട്രെൻഡ് റിവേഴ്സൽ. അതായത് നമ്മൾ ഇതുവരെ പഠിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ ട്രെൻഡ് റിവേഴ്സൽ പാറ്റേൺസ് ആണ്. ട്രെൻഡ് റിവേഴ്സൽ ഓക്കെ സിഗ്നലാണ്, ട്രെൻഡ് റിവേഴ്സൽ സിഗ്നൽ. രണ്ടാമത്തത് എന്താണ്? ഇതിൻ്റെ അകത്ത് വേണ്ടതെന്ന് വെച്ചാൽ രണ്ട് ഓപ്പോസിറ്റ് കളർ ക്യാൻഡിൽസ്, ഓപ്പോസിറ്റ് കളർ ടു ക്യാൻഡിൽസ്. ഓക്കെ, ഓപ്പോസിറ്റ് കളർ ടു ക്യാൻഡിൽസ് ആണ് ഇതിൻ്റെ അകത്ത് മെയിനായിട്ടും. ഓക്കെ, അപ്പോൾ ഇതിൽ ഒന്നുമില്ല. നമ്മൾ എൻഗൾഫിംഗ് പാറ്റേണിൻ്റെ അകത്ത് എൻഗൾഫിംഗ് പാറ്റേണിനെ, അതായത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന മേജർ ട്രെൻഡ് റിവേഴ്സൽ സിഗ്നൽസ് ആണ്. അപ്പോൾ ഇതും എന്താണ്? ഒരു ട്രെൻഡ് റിവേഴ്സൽ സിഗ്നലാണ്. ഓക്കെ, അടുത്തത് ഇതിനകത്ത് വരുന്ന ക്രൈറ്റീരിയാസ് നോക്കാം. നമുക്ക് എൻഗൾഫിംഗ് പാറ്റേണിൻ്റെ ക്രൈറ്റീരിയാസ് നോക്കാം. എന്തൊക്കെയാണ് ക്രൈറ്റീരിയ നോക്കാം. ഒന്നാമത്തെ ക്രൈറ്റീരിയ എന്താണ്? ഒരു ക്ലിയർ ട്രെൻഡ് വേണം. ട്രെൻഡ് എന്താണെന്ന് മനസ്സിലായല്ലോ? ഒരു ക്ലിയർ ട്രെൻഡ് വേണം. അത് ടു ടൈപ്പ് ട്രെൻഡ്, ഒന്ന് ബുള്ളിഷ് ട്രെൻഡ്, ഒന്ന് ബിയറിഷ് ട്രെൻഡ്. ഇത് ഒരു ഷോർട്ടായിട്ട് ഞാൻ റിലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുക. സെക്കൻഡ് ബോഡി should cover the first candle, means prayer candle body, real body. Okay, second body should, the second candle body should cover the first candle
റിയൽ ബോഡി. ഓക്കെ, ഇതാണ് സെക്കൻഡ് കാൻഡിൽ. ഓക്കെ, കാൻഡിൽ റിയൽ ബോഡി ഷുഡ് കവർ ഫസ്റ്റ് കാൻഡിൽ റിയൽ ബോഡി. അതായത് മനസ്സിലായി കാണുന്ന വിചാരിക്കുന്നത്. ഞാനൊരു പിക്ചറൈസേഷൻ ചെറുതായിട്ട് ചെയ്തുതരാം. നമ്മൾ പഠിച്ചിരിക്കുന്നത് ഓക്കെ, പിക്ചർ ദിസ് ഈസ് ബിയറിഷ് candle, this is comparatively large. Okay, ഇതൊരു bullish candle, green candle, ഇതൊരു large green candle. അപ്പോൾ കണ്ടല്ലേ, ഇത് ഈ ബോഡിയാണ്, ഇതാണ് നമ്മുടെ ബോഡി, ഇതാണ് ഇതിൻ്റെ നമ്മുടെ ബോഡി. ഈ ബോഡിയെ കംപ്ലീറ്റ് എന്ത് ചെയ്തു, ഇത് എൻഗൾഫ് ചെയ്തു അല്ലേ. ഇതിൻ്റെ ഓപ്പൺ ഹയറിലാണെങ്കിലും ക്ലോസ് ഇതിൻ്റെ ലോവറിൽ തന്നെ ക്ലോസ് ചെയ്തു. അപ്പോൾ ഇതൊരു ബിയർ ക്യാൻഡിൽ ഫോം ചെയ്തു, റെഡ് ക്യാൻഡിൽ ഫോം ചെയ്തു. അപ്പോൾ ഈ ഗ്രീൻ ക്യാൻഡിലിൻ്റെ ഓപ്പണിങ് ഇവിടെയും ക്ലോസ് ചെയ്യുകയായിരിക്കും. അപ്പോൾ എന്താണ് സംഭവിച്ചത് നമുക്ക് ഒന്നും കൂടി സെപ്പറേറ്റ് നമുക്ക് പഠിക്കാം. ഓക്കെ, ഇതെന്തുകൊണ്ട് ഇങ്ങനെ ഓപ്പൺ ആയിരുന്നു. കാൻഡിൽസ്റ്റിക്സിൻ്റെ എല്ലാം കാണാപ്പാടം പഠിക്കേണ്ട ആവശ്യമേ ഇല്ല. നമ്മൾ ഇത് കാൻഡിൽസ് എല്ലാം കഴിഞ്ഞ് നമുക്ക് എങ്ങനെ ഇതിനെ ഓർത്ത് വെക്കാന്നുള്ള ഒരു ട്രിക്സും കൂടി നമ്മൾ പറഞ്ഞുതരാം. ജസ്റ്റ് നമ്മൾ അതിൻ്റെ സൈക്കോളജി പഠിക്കാൻ മാത്രമേ വേണ്ടൂ. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ പോയിൻറ്റ്സ് എന്താണ്? മൂന്നാമത്തെ പോയിൻറ്റ്സ് എന്താണ്? മൂന്നാമത്തെ പോയിൻ്റ് ഓപ്പോസിറ്റ് കളർ ആയിരിക്കും. അത് കാൻഡിൽസ് ഓപ്പോസിറ്റ് കളർ കാൻഡിൽസ് ആയിരുന്നു. ഓപ്പോസിറ്റ് കളർ കാൻഡിൽസ്. ഇത് എക്സെപ്ഷൻസ് ഉണ്ട്. അതായത് ഒന്നാമത്തെ കാൻഡിൽ റെഡ് ആണെങ്കിൽ രണ്ടാമത്തെ കാൻഡിൽ ഗ്രീൻ ആയിരിക്കും, തിരിച്ച് വൈസ് വേഴ്സ. എക്സെപ്ഷൻസ് ഡോജി കാൻഡിൽസിൻ്റെ കളർ മാറ്റർ ചെയ്യുന്നില്ല. ഓക്കെ, ഡോജി കാൻഡിൽസിന് ഈ റൂൾസ് എക്സെപ്ഷണലാണ്. ഇനി നമുക്ക് നാലാമത്തത്, ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? we can utilize them as resistance and support level. എങ്ങനെ? അതായത് ലോവസ്റ്റ് മീൻസ് ലോവസ്റ്റ് പോർഷൻസ് ആൻഡ് ഹയസ്റ്റ് പോർഷൻസ് എന്ത് ചെയ്യും? ബിക്കം സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്. ലോവസ്റ്റ് പോർഷൻ സപ്പോർട്ട് ആവും, ഹയസ്റ്റ് പോർഷൻ റെസിസ്റ്റൻസ് ആവും. അതായത് ഈ വിക്കുകളൊക്കെ അപ്പോൾ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം? സപ്പോർട്ട് റെസിസ്റ്റൻസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഈ റൂൾസ് മനസ്സിൽ വെക്കുക. നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് പിക്ചറൈസേഷൻ, ഒരു ബിയറിഷ് എൻഗൾഫിംഗ് പഠിക്കാം. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ബിയറിഷ് എൻഗൾഫിംഗ് candle. Okay, bearish engulfing candle. അപ്പോൾ bearish engulfing candle എവിടെയാണ് ഫോം ആവുക? പറയും അപ് ട്രെൻഡിൽ. ഓക്കെ, അപ് ട്രെൻഡിലാണ് ബിയറിഷ് ഫോം. അത് ട്രെൻഡ് ഇങ്ങനെ പോവാണ്. ഇവിടെ നമുക്ക് ഒരു കാൻഡിൽ ഫോം ചെയ്തു. ഇവിടെയൊക്കെ കാൻഡിൽ ഫോം ചെയ്യുന്നു, പക്ഷേ ഞാൻ ജസ്റ്റ് ഒരു മാർക്ക് ചെയ്തെന്ന് മാത്രം. അപ്പോൾ ഇത് ബോഡിയല്ലേ നമ്മുടെ. ഓക്കെ, ഇത് ബോഡി, ഇത് വിക്ക്. ഓക്കെ, ഇതൊക്കെ ഓർമ്മ ഉണ്ടല്ലോ. കുറച്ചൊരു ഇതാണ് നമ്മുടെ എൻഗൾഫിംഗ്
ഫസ്റ്റിൻ്റെ എൻഗൾഫിങ്ങിൻ്റെ ഇതിപ്പോൾ നമ്മൾ വരയ്ക്കുന്നത് 1 hour ക്യാൻഡിലാണ് കേട്ടോ. 1 hour ഡ്യൂറേഷൻ ടൈം ഫ്രെയിമാണ് കേട്ടോ. ഇപ്പം നമ്മൾ പഠിക്കുമ്പോൾ ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന മേജർ ടൈം ഫ്രെയിംസാണ് 1 hour, 4 hour അല്ലെങ്കിൽ 1 day ക്യാൻഡിൽസ്. ഇതാണ് നിങ്ങളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കേണ്ടത്. നിങ്ങൾ 5 minutes അല്ലെങ്കിൽ 4 minutes 1 minute 3 minute ഇതൊന്നുമല്ല നിങ്ങൾ നോക്കേണ്ടത്. ഇപ്പോൾ ചെയ്യേണ്ടത് 1 hour അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് മിനിമം 1 hour ടു നോക്കിക്കൊണ്ടിരിക്കുക. ഓക്കെ, അതാണ് നമ്മൾ പഠിക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ട ബിഗ് ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കുക. ഇതിൻ്റെ ഫ്രാക്ടൽ എന്ന് പറഞ്ഞ പോർഷൻസ് നമുക്ക് പിന്നെ പഠിക്കാം. ഓക്കെ. അപ്പം നമ്മൾ എഴുതി 1 hour ടൈം ഫ്രെയിമിൽ ഫസ്റ്റ് അത് അപ്പ് ട്രെൻഡിൽ ഫോം ചെയ്യുമ്പോൾ ഒരു ബിയറിഷ് എൻഗൾഫിംഗ് പാറ്റേൺ ഫോം ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഓൾറെഡി ബുള്ളിഷിലുള്ള ഒരു സ്റ്റോക്സ് അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റി മുകളിലോട്ട് പോകുന്നു. ഇൻ കേസ് റിലയൻസ് ആണെന്ന് വെച്ചു, റിലയൻസിൻ്റെ ഒരു സ്റ്റോക്ക് ഇതാണ് നമ്മളിപ്പോൾ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇത് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ക്ലോസിങ് ഇവിടെയാണ്. അപ്പോൾ നെക്സ്റ്റ് ഡേ ഇവിടെ തന്നെ ഓപ്പൺ ആയി വെച്ചു ക്യാൻഡിൽ. അതായത് എന്താണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുൾസ് ആക്ട് ചെയ്യുന്നു. എന്താണ് മാർക്കറ്റിൽ അവർ സ്ട്രോങ് ആണെന്നുള്ളത് ആക്ട് ചെയ്യാണ്. അപ്പോൾ എന്ത് ചെയ്തു, ഇവിടെ ഓപ്പണായി മാർക്കറ്റ് മേലോട്ട് പോയി. എന്നിട്ട് എന്ത് ചെയ്തു, മീൻ വൈൽ 1 hour ക്യാൻഡിൽ ഇങ്ങനെ വന്നു, ഇവിടെ ക്ലോസ് ചെയ്തു. അതിനു മുമ്പ് ഒന്നും കൂടി ലോവസ്റ്റ് പോർഷനിൽ തട്ടി ഇവിടെ ക്ലോസ് ചെയ്തു. ഇത് ക്ലോസിങ്, ഇത് ഓപ്പണിങ്. ഓക്കെ, ബുൾസ് ട്രൈ ചെയ്തു, എന്ത് ചെയ്തു, ഇതിനെ ഫോം ചെയ്യാം. മേലോട്ട് കൊണ്ടുപോകാൻ നോക്കി, നടന്നില്ല. സെല്ലിങ് പ്രഷർ കൊണ്ട് താഴോട്ട് തന്നെ വന്നു. അപ്പോൾ ഈ ക്യാൻഡിൽസ് എന്താ സംഭവിച്ചു നോക്കും നിങ്ങൾ. ഈ ക്യാൻഡിലിൻ്റെ ബോഡിയെ കംപ്ലീറ്റ് കവറായിരിക്കുന്നത്. ഈ കവറിങ് നിങ്ങൾ പ്രോപ്പർലി എന്താണ് ഈ കവറിങ് എങ്ങനെ വേണമെന്ന് പറയുകയാണെങ്കിൽ ഇപ്പം ഞാൻ 3 ടൈപ്പ് കവറിങ് ഇതാണ് കാണിക്കുന്നത്. ഇങ്ങനെ കവർ ചെയ്യാം. ഓക്കെ, ഇങ്ങനെ കവർ ചെയ്യാം. ചിലപ്പോൾ നല്ല പെർഫെക്റ്റ് കവറിങ് ചെയ്യാം. ചിലപ്പോൾ എന്താണ് ഇങ്ങനെ കവർ ചെയ്യാം. ഓക്കെ, അതായത് എൻഗൾഫിങ്, ഇതും എൻഗൾഫിംഗ് ആണ്, ഇതും എൻഗൾഫിംഗ് ആണ്, ഇതും എൻഗൾഫിംഗ് ആണ്. 3 ടൈപ്പ് എൻഗൾഫിംഗ് ആണ്. അപ്പോൾ എൻഗൾഫിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്താണ് കൺസിഡർ ചെയ്യേണ്ട പോർഷൻസ് ഒരു പെർട്ടിക്കുലർലി നമുക്ക് ഫിക്സഡ് ആയിട്ട് പെർഫെക്റ്റ് കിട്ടണം എന്നില്ല. അപ്പം നമ്മൾ അതിനനുസരിച്ച് നോക്കണം എങ്ങനെയാണ് എൻഗൾഫിംഗ് വരുന്നതെന്ന്. അത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതെന്ത് ചെയ്യും, ഇതൊരു ചാൻസ് ഓഫ് എന്താണ് ഇവിടെ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ ഇവിടെ ഈ ഏരിയ ഇവിടെ എന്താ സംഭവിച്ചത്, ഇവിടെ ഈ ഏരിയയിൽ സെല്ലേഴ്സ് എന്ത് ചെയ്തു, ഹെവി ആയിട്ട് ആക്ട് ചെയ്തു. അപ്പോൾ സെല്ലേഴ്സിൻ്റെ ആക്ടിവിറ്റി ഇവിടെ എന്ത് ചെയ്തു, കൂടി. സെല്ലേഴ്സ് എന്ത് ചെയ്തു, മാർക്കറ്റിനെ പുഷ് ചെയ്ത് ഡൗണിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഇവിടെ എന്തോ ഒരു സപ്ലൈ സോൺ, നമ്മൾ നോർമലി ഇതിനെ സപ്ലൈ സോൺ എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ സപ്ലൈ സോണിൽ എന്താ സെല്ലേഴ്സ് അവരെന്ത് ചെയ്തു, പ്രോഫിറ്റ് ബുക്ക് ചെയ്തെന്നോ അല്ലെങ്കിൽ സെല്ലേഴ്സ് ഹെവി ആയിട്ട് ആക്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എന്ത് ചെയ്തു, സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാർക്കറ്റിനെ നമുക്ക് കൺഫർമേഷൻസ് വരുന്നത് ഇതിന് താഴെ, അതായത് നോർമൽ, ഞാനിത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇതൊന്നും നിങ്ങൾ ട്രേഡിംഗ് സ്കിൽ യൂസ് ചെയ്യേണ്ട കാര്യങ്ങളല്ല. ഇപ്പോഴൊന്നും എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നൊക്കെ നമുക്ക് എങ്ങനെ ട്രേഡ്സ് എടുക്കണം നമ്മൾ പഠിക്കും. ആദ്യം തന്നെ നിങ്ങൾ ക്യാൻഡിൽസിൻ്റെ ഐഡിയാസിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അത് എങ്ങനെ വരുത്താമെന്ന് വേണ്ടിയിട്ട് കംപ്ലീറ്റ് ഒരു ഐഡിയയ്ക്ക് വേണ്ടി മാത്രം ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കണം. ഓക്കെ, ഇവിടെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തത്. അപ്പം നമുക്ക് ഇൻ കേസ് എൻട്രി എടുക്കുകയാണെങ്കിൽ എൻട്രി എങ്ങനെ എടുക്കാം? ഇപ്പം ഞാൻ പറഞ്ഞ സെല്ലേഴ്സ് ആക്ടിവിറ്റി, സെല്ലേഴ്സിൻ്റെ സ്ട്രെങ്ത് കൂടുതലായതുകൊണ്ട് കാരണം മാർക്കറ്റ് താഴോട്ട് പോയി. അപ്പോൾ ഇൻ കേസ് ഒരു എൻട്രി എടുക്കുന്ന ആൾ എവിടെ നിന്ന് എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്രഷ് എൻട്രി എടുക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യും നോക്കിക്കോട്ടോ, ഈ ഏരിയ സ്റ്റോപ്പ് ലോസ് ആക്കിയിട്ട് വെക്കും. കാരണം എന്താണ്, ഇതിപ്പോൾ ഒരു റെസിസ്റ്റൻസ് ഏരിയ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ 4ാമത്തെ റൂൾ പറഞ്ഞത് എന്താണ്, ഇതിനെ നമുക്ക് എൻഗൾഫിംഗ് പാറ്റേണിൽ
ഫോർത്ത് റൂള്, അതായത് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഹൈ അല്ലെങ്കിൽ ലോ, ഹൈ ആണ് എന്താ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. അപ്പോൾ ആ ഹൈ ആണ് ഇവിടെ നമ്മളിപ്പോൾ ഈ വിക്കിനെടുത്തിരിക്കുന്നത്. ഓക്കെ, ആ വിക്കിനെടുത്തിരിക്കുന്നത് നമ്മൾ എന്ത് ചെയ്തു, റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് മാർക്ക് ചെയ്തു. റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് മാർക്ക് ചെയ്തു. അപ്പോൾ ഈ മാർക്കറ്റ് ഈ ഹാൻഡിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഈ റേഞ്ചിലാണ്. ഇൻ കേസ് എൻട്രി എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ സ്റ്റോപ്പ് ലോസ് ഇവിടെ വെച്ചിട്ട് എൻട്രി ചെയ്തിട്ട് എന്ത് ചെയ്യും, ഇതുവരെ റൈഡ് എടുക്കും, ഈ ഏരിയ വരെ റൈഡ് എടുക്കും. ഓക്കെ, ഈ ഏരിയ എന്തുകൊണ്ട് റൈഡ് എടുക്കുന്നത് വെച്ചാൽ ഇതൊരു പ്രൈസ് ആക്ഷൻസ് ആണ് ഇവിടെ ഫോം ആയിരിക്കുന്നത്. എന്താണ് ഇവിടെ നോക്കിക്കോ, ഇത് ഒരു ഫോം ചെയ്തു, ഹയർ ഹൈ, ഹയർ ലോ, എഗെയിൻ ഹയർ ഹൈ, എഗെയിൻ ഹയർ ലോ. അപ്പോൾ ഇവിടെ ഈ ഏരിയ എന്താണ്, സപ്പോർട്ട് അല്ലേ, ഇതാണ് പ്രൈസ് ആക്ഷൻ സിംപിളി. അപ്പോൾ നമ്മൾ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ഇതെന്താണ് അടുത്ത സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. ഇൻ കേസ് ഇവിടെ ഈ സപ്പോർട്ടിൽ നമ്മളിപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ബുള്ളിഷ് എൻഗൾഫിനെ കുറിച്ചും പഠിക്കാം. നമ്മൾ നെക്സ്റ്റ് ഇവിടെ 1 2 നെക്സ്റ്റ് ബുള്ളിഷ് എൻഗൾഫിനും നമ്മളിവിടെ തന്നെ നോക്കുകയാണെന്ന് വെച്ചാൽ കൺഫ്യൂഷൻ വരാൻ പാടില്ല, അതുകൊണ്ടാണ് ഇതിൽ തന്നെ ഞാൻ ക്ലിയർ ചെയ്യാൻ നോക്കുന്നത്. ബുള്ളിഷ് എൻഗൾഫിംഗ് പാറ്റേൺ, ഇതും മേജർ ടൈം ഫ്രെയിമിലാണ് നമ്മൾ നോക്കുന്നത്, 1 hour കേട്ടോ. അപ്പോൾ എന്താണ് ഇപ്പോൾ മാർക്കറ്റ് ഇങ്ങനെ പോയിരിക്കുകയാണ്. ഓക്കെ, നമുക്ക് എന്താണ് ബിയറിഷ് എൻഗൾഫിംഗ് വന്നു, മാർക്കറ്റ് എന്ത് ചെയ്തു, താഴോട്ട് വന്നു. ഈ പിക്ചറാണ് നമ്മൾ പറഞ്ഞത് കേട്ടോ. ഇവിടെ ബുള്ളിഷ് എന്താണ് ജസ്റ്റ് ബിയറിഷ് എൻഗൾഫിംഗ് ഫോം ചെയ്യണം നിർബന്ധമൊന്നുമില്ല. ചിലപ്പോൾ ഇവിടെ എന്തെങ്കിലും റെസിസ്റ്റൻസ് ഉണ്ട്, അപ്പോൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി അത് ബിയറിഷ് എൻഗൾഫിംഗ് ഒരു കൺഫേം സിനാറിയോ ആണെന്ന് മാത്രമേ ഉള്ളൂ, ഒരു ക്യാൻഡിൽ കൺഫർമേഷൻസ് ഓൺലി. നമ്മൾ മൾട്ടിപ്പിൾ കൺഫർമേഷൻസ് എടുക്കും ഒരു ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വന്നു. അപ്പോൾ നമ്മുടെ ഈ പിക്ചർ തന്നെയാണ് ഞാൻ ഇവിടെ വരച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യും, നമ്മളിവിടെ എൻട്രി എടുത്തു, നമ്മുടെ ടാർഗറ്റ് ഇവിടെ അല്ലേ, ഇവിടുത്തെ വരെ ടാർഗറ്റ്, നമ്മളെ ടാർഗറ്റ് അതായത് ബിയറിഷ് സോറി ഇത് മാറിപ്പോയി, വരച്ചത് കളർ മാറിപ്പോയി. ഓക്കെ, അപ്പോൾ നമ്മൾ ബുള്ളിഷ് എൻഗൾഫിങ്ങിൻ്റെ ഒരു ഈ സെയിം പിക്ചർ തന്നെ നമ്മളിവിടെ വരയ്ക്കണം. ഇങ്ങനെ ഫോം ആയി ഇങ്ങനെ വരച്ചു, ഇപ്പോൾ ഇവിടെ. ഓക്കെ, ഇതിലാണ് നമ്മളുള്ളത്. ഓക്കെ, ഫസ്റ്റ് എന്ത് ചെയ്തു, അഗെയിൻ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഫോമായി. ഓക്കെ, ബുള്ളിഷ് ക്യാൻഡിൽ ഫോമായി. അതിനുശേഷം എന്ത് ചെയ്തു സംഭവിക്കുന്നത്, നമുക്ക് അഗെയിൻ നമ്മുടെ ക്ലോസിങ് എന്ത് ചെയ്തു, ഒരു ഓപ്പണിങ് ഹൈയിൽ ആണെന്ന് റെഡ് ക്യാൻഡിൽ ഫോമായി. അപ്പോൾ എന്ത് ചെയ്തു, നമ്മളിവിടെ എൻട്രി എടുത്തു, ഇത് SL വെച്ചു. ഈ ഏരിയ എന്തായി, റെസിസ്റ്റൻസ് ഏരിയ ആയി. അപ്പോൾ നമ്മളിവിടെ മാർക്ക് ചെയ്തു, ഇത് റെസിസ്റ്റൻസ് ഏരിയ. ഓക്കെ, ഏരിയ മാർക്ക് ചെയ്തു. അടുത്ത നമ്മൾ എൻട്രി എന്ത് ചെയ്തു, നമ്മൾ റൈഡ് ഇവിടുത്തെ വരെ റൈഡ് എടുത്തു. ഓക്കെ, ഇവിടെ എന്ത് ചെയ്തു, ഇതൊരു സപ്പോർട്ട് ഏരിയയാണ്. പ്രൈസ് ആക്ഷൻ പഠിക്കുമ്പോൾ മനസ്സിലായി കാണുന്നവർക്ക് ഇത് സപ്പോർട്ട്. ഈ ഏരിയയിൽ എന്താണ് സംഭവിച്ചത്, ഈ ഏരിയയിൽ സംഭവിച്ചിരിക്കുന്നത് നോക്കാം. ഇവിടെ സപ്പോർട്ട് ഏരിയ നമ്മളിവിടെ ഡിമാൻഡ് കൂടി, അപ്പോൾ ബൈയിങ് സ്ട്രെങ്ത് വന്നു. അപ്പോൾ ബൈയിങ് സ്ട്രെങ്ത് സെല്ലിങ് സ്ട്രെങ്ത്തിനേക്കാളും എക്സീഡ് ആയപ്പോൾ മാർക്കറ്റ് എന്ത് ചെയ്തു, ലിമിറ്റ് ക്രോസ് ആയി ഒരു ഹയർ ഹൈ ഫോം ചെയ്തു അല്ലേ, ഹയർ ഹൈ അഗെയിൻ ഒരു ഹയർ ഹൈ ഫോം ചെയ്തു. അപ്പോൾ അവിടെ വെച്ചിട്ട് ഒരു റെസിസ്റ്റൻസ് ഏരിയ, അതായത് ഈ സപ്ലൈ ഏരിയയിൽ സെല്ലേഴ്സ് ഹെവി ആക്ട് ചെയ്തു. അപ്പം നമുക്ക് കൺഫർമേഷൻ എങ്ങനെ കിട്ടി, ഒരു ബിയറിഷ് എൻഗൾഫിംഗ് പാറ്റേൺ ഫോം ചെയ്തു, മാർക്കറ്റ് ഡൗൺ ആയി. അപ്പോൾ മാർക്കറ്റ് എന്ത് ചെയ്തു, അടുത്ത സപ്പോർട്ട് ലെവലിൽ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടി, ചിലപ്പോൾ എഗെയിൻ നമുക്കൊരു കൺഫർമേഷൻ കിട്ടി. എങ്ങനെ കിട്ടി, ഇവിടെ ഒരു ക്യാൻഡിൽ ഫോം ചെയ്തു. എന്ത് ക്യാൻഡിൽ, ഒരു റെഡ് ക്യാൻഡിൽ ഫോം ചെയ്തേ. ഓക്കെ,
ഇമ്മീഡിയറ്റ് നമുക്ക് എന്ത് ചെയ്തു, നമ്മളിവിടെ സപ്പോർട്ട് ഓൾറെഡി ഇവിടുത്തെ പ്രൈസ് ആക്ഷൻ വെച്ച് നമ്മളിവിടെ ബൈങ്ങിൻ്റെ സ്ട്രെങ്ത് പ്രീവിയസ് കമ്പാരിറ്റീവ്ലി കൂടുതലാണെന്ന് കണ്ടോ. അത് കണ്ട നമ്മൾ ഈ പോയിന്റിൽ നമ്മൾ സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്തു. അതായത് ഇതിൻ്റെ ഈ സ്വിങ്ങിൻ്റെ ഈ ഏരിയ നമ്മളിത് മാർക്ക് ചെയ്തേ. അപ്പോൾ ഇവിടെ നമുക്കൊരു കൺഫർമേഷന് പെട്ടെന്ന് എന്ത് ചെയ്തു, ഒരു ക്യാൻഡിൽ ഫോമായി ഒരു ബുള്ളിഷ് സ്ട്രെങ്ത് കാണിച്ചുകൊണ്ട്, അതായത് ബയേഴ്സിൻ്റെ സ്ട്രെങ്ത് കാണിച്ചുകൊണ്ട് ഫോം ചെയ്തു. ഓക്കെ, ഈ ക്യാൻഡിൽ ഫോം ചെയ്തപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, ഓൾറെഡി ഇത് സപ്പോർട്ട് ഏരിയയാണ് നമുക്ക് മാർക്ക് നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് SL ആയിട്ട് പ്ലേസ് ചെയ്തിട്ട്, അതായത് സ്റ്റോപ്പ് ലോസ് എത്രയാണ് ഈ ഏരിയയിൽ, അതായത് ഇത് എത്ര രൂപയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ 2 രൂപ, 5 രൂപ, ഇത് 3 രൂപ, ഇത് 10 രൂപ. അപ്പം നമ്മൾ എന്ത് ചെയ്തു, ഈ 3 രൂപ SL വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇതിപ്പോൾ 4 രൂപയാണെങ്കിൽ ഇവിടെ എൻട്രി എടുക്കും. 4 രൂപയുടെ എൻട്രി എടുത്തിട്ട് 3 രൂപ SL വെക്കും. 3 രൂപ SL വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, ടാർഗറ്റ് നമ്മൾ ഇവിടെ എന്താണ് 10 രൂപ മിനിമം ടാർഗറ്റ് വെക്കും. മനസ്സിലായോ? അപ്പോൾ ഇത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ബുള്ളിഷ് എൻഗൾഫിംഗ് പാറ്റേൺ, ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഇതാണ് നമുക്ക് എന്ത് ചെയ്യാം ബുള്ളിഷ് എൻഗൾഫിംഗ് പാറ്റേൺ. ബുള്ളിഷ് എൻഗൾഫിംഗ് പാറ്റേൺ മനസ്സിലായി കാണുമല്ലോ. ഒരു ക്യാൻഡിൽ എഗെയിൻ ഒന്നും കൂടി ക്ലിയർ ചെയ്യാണ്. ഒരു ബിയർ ക്യാൻഡിൽ അപ് ട്രെൻഡിൽ ഒരു ബിയർ ക്യാൻഡിൽ ഫോം ചെയ്യുന്നു. എന്ത് ചെയ്തുകൊണ്ട് ഒരു സ്മോൾ ബോഡി അല്ലെങ്കിൽ ഈ ബോഡിയേക്കാളും വലിയൊരു ബോഡി വെച്ചിട്ട് ഓൺ അപ് ട്രെൻഡിൽ ഒരു ക്യാൻഡിൽ കവറേജ് ചെയ്തുകൊണ്ട് ഫോം ചെയ്യുമ്പോൾ ഇതിന് നമുക്ക് എന്ത് ചെയ്യാം, റെസിസ്റ്റൻസ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് നമുക്ക് ട്രേഡ് താഴോട്ട് എടുക്കാം. ഇതിനെ നമുക്ക് കൺസിഡർ ചെയ്യാം വിത്ത് കൺഫർമേഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഇതൊരു ബിയറിഷ് എൻഗൾഫിംഗ് സിഗ്നൽ. ഓക്കെ, അതേപോലെ തന്നെ ഇതിൽ നമുക്ക് പ്രൈസ് ആക്ഷനും കൂടി കമ്പൈൻ ചെയ്യണം. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റ്, അതായത് ഡൗൺ ട്രെൻഡിൽ ഒരു ക്യാൻഡിൽ ഫോമായി. നെക്സ്റ്റ് ക്യാൻഡിൽ എന്ത് ചെയ്തു, നെക്സ്റ്റ് ക്യാൻഡിൽ ബോഡിയേക്കാളും വലിയൊരു ക്യാൻഡിൽ ഫോമായി. ഇതെന്താണ് നമ്മുടെ ഒരു സപ്പോർട്ട് ഏരിയയിലാണ് ഫോം ആയെന്ന് വിചാരിച്ചു. പിന്നെ നമുക്ക് സപ്പോർട്ട് ഏരിയ, അത് പ്രീവിയസ് ഒരു സ്വിങ് എടുത്തതിൻ്റെ ഫോം, ഇത് സപ്പോർട്ട് ഏരിയ ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. പ്രീവിയസ് ഒരു ഇത് ലോവർ എന്താണ് ഹയർ ലോ ആണിത്. നമുക്ക് എന്ത് ചെയ്യാം, ഹയർ ലോ മീൻസ് ട്രെൻഡ് ഡൗൺ ട്രെൻഡാണ്, അല്ലെങ്കിൽ ഒരു ലോവർ ലോ ഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രെൻഡ് ആണെങ്കിൽ ഒരു ഡൗൺ ട്രെൻഡിൽ നമുക്ക് ബുള്ളിഷ് എൻഗൾഫിംഗ് ക്യാൻഡിലാണ് നമുക്ക് വേണ്ടത്. അതായത് ട്രെൻഡ് ക്ലിയർ ആയിരിക്കും. നമ്മൾ ഫസ്റ്റ് റൂള് ഓർമ്മയുണ്ടല്ലോ, അപ്പോൾ റൂൾസ് ഓർമ്മിച്ച് വെക്കണം. എന്താണ്, ഒരു ക്ലിയർ ട്രെൻഡ് വേണം. രണ്ടാമത്തത് ക്യാൻഡിൽ, അതായത് 2 കളറുള്ള ക്യാൻഡിൽസ് ആയിരിക്കണം. ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ കളർ എന്താണോ അതിൻ്റെ ഓപ്പോസിറ്റ് കളറായിരിക്കണം സെക്കൻഡ് ക്യാൻഡിൽ. എക്സെപ്ഷൻ ഇത് കൊടുത്തിരിക്കുന്നത് ഡോജി ക്യാൻഡിൽസ് സപ്പോർട്ടായിട്ട്, ഡോജി ക്യാൻഡിൽസിൻ്റെ കളറാണ് മാറ്റർ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ട്രെൻഡ്സ് ഇത് ഡൗൺ ട്രെൻഡിലാണുള്ളത്. ഒരു റിട്രേസ്മെൻറ്റ് വരാം. റിട്രേസ്മെൻറ്റിന് പകരം അതൊന്നും ഇപ്പോൾ പറഞ്ഞ് ബോറാക്കുന്നില്ല. ജസ്റ്റ് ഇതൊരു ഡൗൺ ട്രെൻഡ് ആണ് തന്നെ വിചാരിച്ചോളൂ. ഇതൊരു ഡൗൺ ട്രെൻഡിൽ പോവുകയാണ്. അതായത് ഡൗൺ ട്രെൻഡിൽ എയർ കണ്ടിൽ ഇതൊരു മേലെ നിന്ന് താഴോട്ട് വന്നിരിക്കുന്നു. പിന്നെ ക്യാൻഡിൽ എന്ത് ചെയ്തു, ഫോം ചെയ്തു, ഒരു റെഡ് ഫോളോഡ് ബൈ ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്തു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, എൻട്രി ഈ വൈറ്റ് ലൈൻ എബവ്, അതായത് ആ വിക്കിൻ്റെ ടിപ്പ്, അത് ഹൈ, വിക്കിൻ്റെ ടിപ്പ് എന്ന് പറയുമ്പോൾ ഹൈ. ഞാൻ ടേംസ് യൂസ് ചെയ്ത് നിങ്ങളെ കൺഫ്യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടാണ്. ഓക്കെ, ടേംസ് യൂസ് ചെയ്തത്. ഓക്കെ, എന്നാലും ഞാൻ യൂസ് ചെയ്യണം. അപ്പോൾ ഇവിടുന്ന് എൻട്രി, ഇതിൻ്റെ അബവ് എൻട്രി എടുക്കും നമ്മൾ നോർമലി ഒരാൾ അല്ലെങ്കിൽ ഒരു കോഴ്സ് എടുത്ത് പഠിക്കുമ്പോൾ ബേസിക്കായിട്ട് പറയുന്ന കാര്യങ്ങളാണ്. പക്ഷെ നമ്മൾ എൻട്രി എങ്ങനെ എടുക്കണമെന്നൊന്നും ഇപ്പോൾ പറയുന്നില്ല. ജസ്റ്റ് എന്നാലും നിങ്ങൾക്കൊരു ബേസിക് ഐഡിയയ്ക്ക് വേണ്ടി മാത്രമാണ് ഞാൻ പറഞ്ഞത്. ടാർഗറ്റ് ടിൽ ആ ഹൈ വരെ. ഓക്കെ, പിന്നെ സ്റ്റോപ്പ് ലോസ് താഴെ മാർക്ക് ചെയ്തിരിക്കുന്നു. പിന്നെ ഒരു 2 ഇമേജ് ഈ പിക്ചർ ജസ്റ്റ് എന്താണ് ഒരു കാണിക്കാൻ വേണ്ടിയിട്ട് 2 പിക്ചർ ആഡ് ചെയ്തെന്ന് മാത്രം. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾ നിങ്ങൾ എനിക്ക് അയച്ചു തരിക, ഞാൻ നോക്കിക്കോളാം. എല്ലാവരും എൻഗൾഫിംഗ് ക്യാൻഡിൽ കണ്ടുപിടിക്കണം.